എന്നെ പറ്റി രണ്ടു വാക്ക് പൊക്കി പറയാന്നും പറഞ്ഞ് വാങ്ങിച്ച സ്പെഷ്യൽ ഇൻട്രോ ആണ്. കണ്ണാഞ്ഞാട് ഞങ്ങൾ നാട്ടിലെ കണ്ണിലുണ്ണിയാണ്, സുന്ദരനാണ്. ഒരു പെണ്ണ് കണ്ടെത്തിക്കൊണ്ടു. വീടിനടുത്തുള്ള ആര്യയുടെയും ജിബിന്റെയും കല്യാണം തലേ ദിവസത്തെ റിസപ്ഷൻ ആണ് ഞങ്ങളുടെ അമ്പലത്തിനടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. അവിടെ എത്തിയ പാടെ നേരെ കയറിയത് അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ എന്റെ ചേട്ടന്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടിൽ ഇതുപോലുള്ള ഫംഗ്ഷനൊക്കെ ഇതുപോലുള്ള ജോലികളൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യാറ്. ഈ ഇരുന്ന് എണീറ്റും പാത്രം കഴിയുന്നവന്റെ പേരാണ് മെസ്സി. മെസ്സിയും യവനുമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു വശത്ത് എല്ലാവരും കൂടെ മത്സരിച്ച് പാത്രം കഴുകിക്കൊണ്ട് അപ്പുറത്തെ വശത്ത് നല്ല ചൂട് അപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു വീഡിയോ എടുക്കാനുള്ള ഐഡിയയിലൊന്നുമല്ല ഇവിടെ വന്നതെങ്കിൽ അതിനെ പ്രേരിപ്പിച്ചത് ഇവരൊക്കെയാണ്. എന്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എന്റെ നാട്ടുകാർ. ഇവരൊന്നും ഇല്ലാതെ നമുക്ക് എന്തോന്നു വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ഫംഗ്ഷൻ. വീഡിയോയ്ക്ക് വ്യൂസും ലൈക്കും എല്ലാം കുറവാണെങ്കിൽ ഇവരുടെയൊക്കെ വാക്കുകൾ ഒരു ഓസ്കാർ അവാർഡായിട്ടാണ് ഞാൻ. അതിനിടയ്ക്ക് മണിക്കൂട്ടാണ് എല്ലാവരെയും നല്ല ചളി അടിച്ച് വെറുപ്പിക്കുന്നുണ്ട്. പിന്നെ ആരും അത് മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ല. ശാസ്ത്രീയമായി എങ്ങനെ പാത്രം കഴുകുന്നതിനെ പറ്റി ക്ലാസ് എടുക്കുകയാണ് എന്റെ ചേട്ടൻ. കല്യാണത്തിന് വന്നാണ് അവിടെ അച്ഛൻ്റെ ഒരു വലിയ ഫാനിനെ കണ്ടു. ഇതൊക്കെ എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഒരു വീഡിയോ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ബേസിക്കലി ഒരു ഇൻട്രോ ആട്ടെ എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ ഒക്കെ തന്ന് വീഡിയോ ഒക്കെ ചെയ്യിപ്പിക്കുന്നത് ഇവരാണ്. നമ്മുടെ നാട്ടിലെ നല്ലൊരു അത്ലറ്റാണ്. ഒരുപാട് ഗെയിംസ് ഐറ്റംസിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് മെഡലൊക്കെ നേടിയിട്ടുണ്ട് എന്നവൻ പറയാൻ പറഞ്ഞു വീഡിയോയിൽ. അതിനിടയിൽ പല പ്രമുഖരും കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓടിയാടുന്ന എല്ലാവരെയും വെറുപ്പിച്ചിട്ട് നേരെ പോയത് നാളെ കല്യാണം നടക്കുന്ന മണ്ഡപത്തിലേക്ക്. നെല്ലിമൂട് RVM വെച്ചാണ് നാളെ കല്യാണം. നാളെ സദ്യ വിളമ്പാനുള്ള ഇല കട്ടിയാനാണ് നമ്മളിവിടെ വന്നത്. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും അയച്ചേട്ടനൊക്കെ നേരത്തെ ഇല കട്ടി തുടങ്ങി. വാഗമണ്ണിൽ നിന്ന് നേരെ വന്നുള്ള നിപ്പാണ് വൈശാഖിന്റെ. അവനും പിന്നെ എന്നെ പോലെ പണിയൊന്നും ചെയ്യാറില്ല, മാത്രമേ ഉള്ളൂ, ജോലി ചെയ്യില്ല. അങ്ങനെ ഇല കട്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ പോയി കാഞ്ഞിരംകുളത്തുള്ള നാടൻ രുചിയിടത്തിലേക്ക്. ആൾറെഡി അവരെല്ലാം ക്ലോസ് ചെയ്തെങ്കിൽ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അവർ ദോശയൊക്കെ ഉണ്ടാക്കി. ഫുഡ് ഒരു രക്ഷയില്ല, അടിപൊളിയായി. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്.